അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ രാവിലെ കുറച്ച് തുണികൾ അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണി 5 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് നേരെ കൊണ്ടുപോയിട്ട് ടേബിളിൽ സോഫയിലാട്ടോ ഇടുന്നത്. അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ ഐനൂസിനെ കുറച്ച് ടോയ്സൊക്കെ അങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു സൈഡിലൊരു ടേബിൾ വെച്ചിട്ടുണ്ട് കേട്ടോ സോഫേൻ്റെ അവിടെ. അവിടെയാണ് ഐനൂസിൻ്റെ പാവകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് ആ സ്ഥലത്തുണ്ടേ വെച്ചിട്ട് ആ സോഫ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ചായ കാച്ചാനുള്ള പുറപ്പാടിലോട്ട് കിടന്നിട്ടുണ്ട്. ചായപാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പോയാൽ തറയിലോട്ട് വെള്ളം ഒഴിക്കാത്ത എന്തോ ഒരു ഭാഗ്യം. അങ്ങനെ ചായപാത്രം വെച്ച് പിന്നെ ഞാനിന്ന് രാവിലത്തെ കുറച്ച് മുട്ടപ്പത്തിരിൻ്റെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് കേട്ടോ ഞാനിപ്പോൾ ചായക്ക് കഴിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഞാനത് രാവിലെ എന്തോ ഉണ്ടോ അതാണ് ഞാൻ വൈകുന്നേരം ചായക്ക് കുടിക്കാറുള്ളത് കേട്ടോ. സ്പെഷ്യലായിട്ടൊന്നും വേണമെന്ന് എനിക്കില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാനാണ്. രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും, അഥവാ അതൊന്നും ഇല്ലെങ്കിൽ ചോറെടുത്ത് കഴിക്കും. ഇനിയൊന്നും ഇല്ലെങ്കിലും പച്ചവെള്ളം കുടിച്ചാലും എനിക്ക് ഓക്കെയാണ് കേട്ടോ. കാരണം നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? വയറ് നിറയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറും നിറയും മനസ്സും നിറയും കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് രാവിലെ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം ചുട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഐനൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് പഞ്ചസാരയും കൂട്ടി കൊടുത്തു, ചായ തിളച്ചു. പിന്നെ ഞാൻ മീൻകറിയും കൂട്ടിയിട്ടോ കഴിക്കുന്നത്. നല്ല മുളകിട്ട ചാറും ഈ മുട്ടപ്പത്തിരിയും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അത് ചാളക്കറിയാണ്. പിന്നെ നല്ല കടുപ്പത്തിലൊരു കട്ടൻ ചായയും കൂടെ കാച്ചിട്ടുണ്ട്. അതും കൂടെ കാച്ചി നല്ലോണം ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ഗ്യാസ് സ്റ്റവ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുടച്ച് ഇങ്ങനെ മിനുക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സന്ധ്യാസമയം ആയപ്പോഴത്തേക്കും ഡോറൊക്കെ അടക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ ഭയങ്കര കൊതുകായിരിക്കും ഈ ടൈം ആകുമ്പോൾ. പിന്നെ എനിക്ക് റൂമിലും എവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും കൊതുകാണ്. പിന്നെ ഞാൻ ഹാളിൽ വന്നിട്ടും അവിടുത്തെ വിരിയൊക്കെ നീക്കിയിട്ട് അവിടുത്തെ ജനലും കാര്യങ്ങളൊക്കെ എല്ലാം അടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഭയങ്കര കൊതുകാണ്. 4 മണി 5 മണിയാകുമ്പോഴത്തേക്കും കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ്. പിന്നെ കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ പിന്നെ വാതിലൊക്കെ പൂട്ടി പിന്നെ ഐനൂസിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ കേട്ടോ. അവൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഞാൻ ചെറുതായിട്ടൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ